ഈ പോലീസിന്റെ നടപടിയിലൊന്നും ഞങ്ങൾക്ക് പ്രതിഷേധമില്ല. കാരണം ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ സമരം ചെയ്തത് ജനാധിപത്യ പ്രക്രിയയെ സംരക്ഷിക്കാനാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തയ്യാറാകുക. ആ പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ ഒരു അന്വേഷണത്തിന് തയ്യാറാകുന്നതിന് പകരം ഏകപക്ഷീയമായി ആരോപണം ഉന്നയിച്ച രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി കേസെടുക്കാൻ സന്നദ്ധമാകുന്ന സ്ഥിതിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ഗൗരവമായ പ്രശ്നം ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അസ്തിത്വം ദുർബലപ്പെടുകയും ജനാധിപത്യ പ്രക്രിയ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയും വിശ്വാസ്യതയും വീണ്ടെടുക്കാനും തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്തിക്കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ദേശീയ ജനകീയ പോരാട്ടമാണത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയോട് വിയോജിക്കുന്ന ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും രാജ്യസഭാംഗങ്ങളും ലോക്സഭാംഗങ്ങളും എല്ലാ അഭിപ്രായ വ്യത്യാസവും മറന്ന് ഒറ്റക്കെട്ടായി ദേശീയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഈ സമരത്തിന്റെ ഉജ്ജ്വലമായ വിജയമാണ്. കൂടുതൽ കരുത്തോടെ ശക്തിയോടുകൂടി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ത്യ മുന്നണിയുടെ പൊതുതീരുമാനം.